അടിപൊളി പടം, നല്ല പടം, നല്ല ഫീൽ ഗുഡ് പടമാണ്. പുതുമയുള്ള സ്റ്റോറിയാണ്, നല്ല ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല പടം. അടിപൊളി സിനിമ, നല്ല സിനിമ, നല്ല മേക്കിങ്, നല്ല സ്ക്രിപ്റ്റ്, നല്ല അഭിനയം. എന്താ പറയുക, ഇന്ദ്രൻ സേട്ടനൊക്കെ നമ്മളെ ഈ സിനിമക്ക് അറിയാണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പറയട്ടെ, നല്ല സിനിമ. ഒരു ഫിലിം ഡയറക്ടർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന കഥ പോലെ എനിക്ക് തോന്നി കണ്ടപ്പോൾ. ലൈഫൊക്കെ എവിടെയൊക്കെ ഉണ്ട്, എക്സ്പെക്ട് ചെയ്യാത്ത ക്ലൈമാക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു ഒരു സിനിമയല്ല, ഒരുപാട് സിനിമ ഒരുമിച്ച് കണ്ടൊരു ഫീല്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പടം പ്രേക്ഷകർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അടിപൊളി, ഒരു എന്താ പറയുക, ഒരു സൂപ്പർ ട്വിസ്റ്റ് എന്നല്ല, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റാണ്. അത് പറയാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലത്, നിങ്ങൾ കണ്ടിറങ്ങണം. ഒരു രക്ഷയില്ല കേട്ടോ. അത് ഒരു റിനോയ് കല്ലൂർ ചിത്രം എന്ന് പറയില്ലേ, അത് ആ എഴുതി കണ്ടത്, അത് അർത്ഥവത്താണ്. അത്ര അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി അടിപൊളി ഗംഭീര പടം, രസമുള്ള ഒരു നന്മയുള്ള ചിത്രം. ഒരിക്കലും സിനിമ തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു സിനിമയായിട്ട് അത് എൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കാരണം ഒരു ഷോർട്ട് ഫിലിം ഒക്കെ പറഞ്ഞിട്ട് സിനിമ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ ഇനി അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഗംഭീരമായിട്ടുണ്ട്. എഴുത്ത്, റിനോയുടെ ആ ഒരു എഴുത്തരം വളരെ മേലെയാണ്. സിനിമ നല്ല സിനിമ, നന്നായിട്ട് അടിപൊളി സിനിമ, ഭയങ്കര ഫീൽ ഗുഡ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം. നന്നായിട്ട് അടിപൊളി, നല്ല പടമായിരുന്നു കേട്ടോ, നല്ല പടമായിരുന്നു. അറിയണ ഒരുപാട് പേരുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എന്താണ് എല്ലാം ഉണ്ടായിരുന്നു, ഇമോഷണൽ, പിന്നെ സിനിമ കഥ ആയതുകൊണ്ട് നല്ല രസം. ചൈതന്യ നല്ലതായിരുന്നു. ആദ്യമായിട്ടല്ല സ്ക്രീനിൽ കാണുന്ന ഗരുഡനിലുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ചൈതു ഉണ്ടായിരുന്നു, അർജു ചേട്ടൻ ഉണ്ടായിരുന്നു, അശ്വിൻ ചേട്ടൻ, എല്ലാവരും അടിപൊളിയായിരുന്നു. ശരി, തീർച്ചയായിട്ടും വന്ന് കാണണം. ഫാമിലിക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്. നല്ല പടം. എന്തോ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. എല്ലാവർക്കും അതിൻ്റെതായ റോളിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല കാസ്റ്റിംഗ് ആണ്, എല്ലാവരും അവരുടെ റോള് നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ ആരും പുതിയ ആക്ടേഴ്സ് ആണെന്ന് പറയില്ല, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും നല്ല മൂവി കാണാൻ, ഫാമിലിക്ക് പറ്റിയ പടമാണ്. ആർക്കാണെങ്കിലും ഈ മൂവി ആസ്പയർ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും വന്ന് കാണുമ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം നല്ല പടമാണ്. അശ്വിനും ചൈതന്യ, അർജുൻ എല്ലാവരും ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി മൂവിയാണ്, അപ്പം എല്ലാവരും കാണാം. ശരി, നന്നായിട്ടുണ്ട്. നല്ല ഫിലിമാണ്, ഒരു ചെറിയ നല്ല ഫിലിം. കുറേ ന്യൂ ഫേസസ് ഉണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല ആപ്റ്റായിട്ടുള്ള സ്പേസ് ഉണ്ട് പടത്തിൽ. മേക്കിങ്ങും നന്നായിട്ടുണ്ട്. കാണാം, നല്ലൊരു സിനിമയാണ്. ചെറിയ നല്ലൊരു സിനിമ. എനിക്ക് ഹാപ്പി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ അവൻ്റെ സ്പേസും എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ല ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എൻ്റെ വളരെ നല്ല കുറേ ഫ്രണ്ട്സാണ് ഇതിൽ ലീഡായിട്ട് ചെയ്തത്. അപ്പോൾ ഭയങ്കര രസമുള്ള ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു പ്ലോട്ടും നല്ല രസമായിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു സിനിമയായിരുന്നു. എനിക്കൊന്ന് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. നേരെ ബ്യൂട്ടിഫുൾ ഷോർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഫിലിം. ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. അപ്പോൾ ഞാനിപ്പോൾ പടം കണ്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇനിയിപ്പം ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സമകാലിക വിഷയം പലതും പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അത് ഓരോരുത്തർക്കും പറയുന്ന രീതി ഈ പറയുന്ന പോലെ ഓരോ സംവിധായകനും അല്ലെങ്കിൽ എഴുത്തുകാരും അവരുടേതായിട്ടുള്ള രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. സോ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വലി അവരെന്തുമാത്രം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് വെച്ച് താരതമ്യം ചെയ്യുമ്പോഴും പറയുന്ന കാര്യങ്ങളല്ലേ. സോ ഐ തിങ്ക് ആ ഒരു രീതിയിലൊരു എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് തന്നെയാണ്. സന്തോഷം. അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക, ലെങ്ത്ത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് കുറച്ച് ലോങ് ആണോ സിനിമ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും. അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ സിനിമ പാറ്റേൺസിൽ നിന്നും ഒരു
എപ്പോഴുമുള്ള ഒരു 3 സെക്ഷൻ നമ്മൾ പറയുമല്ലോ, പിന്നെ ആ ഒരു ഫ്ലോയിൽ നിന്ന് മാറി നിന്നിട്ടുള്ള വേറൊരു തരത്തിലൊരു അപ്രോച്ചാണ് സിനിമയിലുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് പുതിയ കാര്യങ്ങളല്ലേ, പുതിയ എക്സ്പെരിമെൻറ്റ്സ് ആണ്, പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് ഐ തിങ്ക് ഇനി ജനങ്ങളുടെ കയ്യിലാണ് ഇങ്ങനത്തെ പുതിയ സിനിമകൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം എപ്പോഴും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പ്രേക്ഷകരാണല്ലോ തീരുമാനിക്കുന്നത്. സോ ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ഫുൾ മൂവി കാണുന്നത്. അപ്പോൾ ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ട് മൂവിക്ക്. കുറേ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ ഇങ്ങനെ ഫുൾ പൊക്കോണ്ടിരിക്കുന്ന പല ജോണേഴ്സ് ഉണ്ട്. അപ്പം അന്ന് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ എന്താ പറയുക, ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സിനിമ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സിനിമ കണ്ടിറങ്ങിയൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഞാൻ എല്ലാത്തിലും കൂടി ഇങ്ങനെ കറങ്ങി ഏത് ഇമോഷൻ പിടിക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ട് എൻ്റെ പോർഷൻ കണ്ടതിൽ. ലാസ്റ്റത്തെ ആ ട്വിസ്റ്റ് ഒക്കെ ഭയങ്കര, അതൊന്നും നമ്മൾ കഥയിൽ കേട്ടിട്ടില്ല, 1 ലൈനിൽ അതൊന്നും അറിയില്ലായിരുന്നു. സോ ഭയങ്കര എന്താ പറയാ, എന്താ പറയേണ്ടത് അറിയില്ല ആക്ച്വലി ആ അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുക. എൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാവരുടെയും കൂടെ ഇരിക്കുക, ഫാമിലിയുടെ കൂടെ ഇരിക്കുക, ഫ്രണ്ട്സ് എല്ലാവരും, അങ്ങനെ ഒരു സന്തോഷത്തിലിരിക്കുക ഞാൻ. അതെ, എനിക്ക് ആക്ച്വലി ബാക്കി കഥകൾ അറിയില്ലായിരുന്നു, ഞങ്ങളുടെ ഒരു പോർഷൻ മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു ഫുൾ ക്യൂരിയോസിറ്റി ആയിരുന്നു. ബിക്കോസ് ഇത് എങ്ങനെ ഒപ്പിച്ചെടുക്കും, നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണാനും അതായിരുന്നു എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ബാക്കി കഥകൾ അറിയാനും അത് ഫൈനലി അറിഞ്ഞു എന്നുള്ള സന്തോഷത്തിലിരിക്കും ഞാനിപ്പോൾ. അതെ, ഉറപ്പായിട്ടും. എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിരിക്കും. അശ്വിൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അശ്വിൻ എല്ലാവരും കയ്യിലെടുക്കുന്ന ആളാണ്. അപ്പോൾ അശ്വിൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ, അതും നമുക്ക് കുറേയും കൂടി മെച്യൂരിറ്റി വരുന്ന ഒരു ക്യാരക്ടർ. അശ്വിൻ യൂഷ്വലി ഫുൾ തമാശ ആയത് കാരണം എനിക്ക് തോന്നുന്നു അശ്വിന് കുറേയും കൂടി ഡെപ്ത് കാണിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അശ്വിൻ കുറേ എൻജോയ് ചെയ്താന്ന് ഞങ്ങൾക്കറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടോ, സിനിമ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? നിങ്ങളാണ് പറയേണ്ടത്. ആണോ? മിക്സ്ഡ് റിവ്യൂ ആണോ? ഓക്കെ. ഞങ്ങൾക്കിപ്പോൾ ഈ സിനിമയിൽ എൻ്റെ കഥ മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെ കഥ പോലെ തന്നെ ഞാനും നിങ്ങളെ പോലെ ഓഡിയൻസ് ആയിട്ടാണ് അത് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ. റിനോയ് സാറിനും അശ്വിനും മാത്രമേ എൻറ്റയർ സ്റ്റോറി അറിയുന്നുണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായും എനിക്ക് പറഞ്ഞ സിനിമേനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ബിക്കോസ് പാഷനേറ്റുള്ള പിന്നെ കുറേ നല്ല മെസ്സേജസും തരുന്നുണ്ടല്ലോ, ബോഡി ഷേമിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ. സോ അതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഇങ്ങോട്ട് വൈറലാക്കി വർക്കൗട്ട് ആക്കിക്കണം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. അതെ, ഇതിനകത്ത് തന്നെ 2-3 ഫിലിംസ് ഉണ്ടല്ലോ, ഷോർട്ട് ഫിലിംസ് ആയിട്ട്. ഇതിനകത്ത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓൾ ഗുഡ്. ഷോ കുഴപ്പമില്ല, എല്ലാവർക്കും മസ്റ്റ് വാച്ച്, കാണാൻ പറ്റിയൊരു ഫിലിമാണ്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. എൻ്റെ ഒരു പോർഷൻ മാത്രമേ ഡബ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ കണ്ടിരുന്നോ സിനിമ? നിങ്ങൾക്ക് ലാസ്റ്റ് എങ്ങനെ ഫീൽ ചെയ്തു? നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഒന്ന് കേൾക്കാൻ വേണ്ടിയാ. അല്ലേ, അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? രസമല്ലേ? ഇതൊന്നും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കും അത്ര സന്തോഷം തന്നെ. എന്തായാലും ഈ സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ, ഇനി എന്താ നടക്കാൻ പോകുന്നത്, കമോൺ പറയൂ എന്ന് നമുക്ക് തോന്നും. എന്താണ് സമയം പോണു, പറയൂ എന്ന് പറയുമ്പോഴേക്കും അവർ ഇട്ട് തരുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര രസം. അത് ആക്ച്വലി വേർത്തിട്ടാണ്. നമ്മൾ കുറച്ച് സമയം കളഞ്ഞ് സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിലും വേർത്തിട്ടാണ്. ഹാപ്പി, നല്ല ഹാപ്പി, സന്തോഷം. അല്ലേ? എങ്ങനെയുണ്ട്? എൻ്റെ അഭിനയത്തെ പറ്റി ഒന്ന് പറയാമോ? താങ്ക് യു. മനസ്സിൽ നിന്നാണ് പറഞ്ഞെങ്കിൽ താങ്ക് യു. ഓക്കെ ഡിയർ, താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ട്. 3 വർഷമായി ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് റിലീസായത്. ലൈക്ക് ഭയങ്കര ഒരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ലൈക്ക് ഞാൻ ചെയ്തതിൽ 1 ഓഫ് ദ ഡിഫിക്കൽട്ട് ക്യാരക്ടറായിരുന്നു ഇത്. എന്താണെന്ന് വെച്ചാൽ കുറേ സ്ഥലത്ത് കയ്യും കാലും ഒക്കെ അനക്കാതെ ചെയ്തു. അത് എന്നെക്കാട്ടും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ക്രൂവിനാണ്. അവരാണ് എനിക്ക് ഒന്നൊന്നും പറഞ്ഞത്, എടാ ഇങ്ങനെ അല്ലടാ, ഇങ്ങനെ ചെയ്യടാ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്നത്.
അപ്പോൾ എല്ലാ ക്രെഡിറ്റ് അവർക്ക്. ഭയങ്കര ഇത് ഞാൻ സത്യം പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കഥ അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ കാണുമ്പോൾ ഒരു സിനിമയിൽ ഇത്രയും ഇമോഷൻസ് പാസ്സാവുന്നു, ഒരു സിനിമയുടെ കാശ് കൊടുത്തിട്ട് നമുക്കൊരു 5 സിനിമ കാണാനൊരു ഫീൽ കിട്ടുന്നുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.